നെല്ലും നക്ഷത്രങ്ങളും. കറുത്തൊരു രാവിൽ നെൽവയലിന്റെ നടുവിലെ ഓലപ്പുരയിൽ രാജു കർഷകൻ ഉറങ്ങുകയായിരുന്നു. ദൂരെ എവിടെയോ ഒരു ഇലക്ട്രോണിക് മുരൾച്ച. ശക്തമായ ഒരു ഹം. രാജു ഞെട്ടിയുണർന്നു. തെങ്ങിൻതോപ്പിൽ മണ്ണിൽ പുതഞ്ഞ് ഒരു ഭീമാകാരൻ ലോഹപേടകം കിടന്നു. തകർന്ന വാതിൽ വഴി നീലക്കണ്ണുകളുള്ള വിചിത്രവേഷക്കാരി നീലി പുറത്തേക്ക് തെറിച്ചു വീണു. ഭയം മറന്ന് വാക്കത്തി താഴെ വെച്ച് രാജു അടുത്തുചെന്നു. ആരാ നിങ്ങള്? വേദനയോടെ നീലി കണ്ണുകൾ തുറന്നു. അവൾ സംസാരിക്കാൻ ശ്രമിച്ചു, പക്ഷേ ശബ്ദം വന്നില്ല. പിറ്റേന്ന് രാവിലെ നെല്ലും വേപ്പിലയും ചേർത്ത മരുന്ന് വെച്ചുകെട്ടി നീലി എഴുന്നേറ്റു. ഉപകാരം, വലിയ ഉപകാരം, രാജു. അവൾ മലയാളം സംസാരിച്ചു. അവരുടെ ഗ്രഹത്തിൽ കൃഷി നശിക്കുകയാണ്. നെൽകൃഷി പഠിക്കാനാണ് അവൾ വന്നത്. ഞാൻ പരീക്ഷണ വസ്തുവാവില്ല, രാജു തീർത്തു പറഞ്ഞു. അപ്പോൾ നീലി ഒരു ഉപകരണമെടുത്ത് ഭിത്തിയിൽ പതിപ്പിച്ചു. വരണ്ടുണങ്ങിയ ഒരു ലോകം, പട്ടിണിയിലായ അന്യഗ്രഹജീവികൾ. നിങ്ങൾ ഭൂമിയിലെ ഏറ്റവും മികച്ച നെൽവിത്തും നിങ്ങളുടെ കൃഷി അറിവും അങ്ങോട്ട് കൊണ്ടുപോകണം. നിങ്ങൾ എന്റെ ലോകത്തിന് ഒരു ദൈവത്തെപ്പോലെയാകും. ദൃശ്യം കണ്ട് സ്വന്തം വീടും വയലും മനസ്സിൽ വെച്ച് രാജു സമ്മതിച്ചു. നെൽവിത്തുകൾ അടങ്ങിയ സഞ്ചിയുമായി രാജു പേടകത്തിൽ കയറി. പറന്നുയരുമ്പോൾ ഭൂമി ഒരു ഡയമണ്ട് പോലെ ചെറുതായി തിളങ്ങി. എന്റെ ഭൂമി ഒരു ഡയമണ്ട് പോലെ, രാജു പറഞ്ഞു. ചുവന്ന മണ്ണിൽ വെളിച്ചമില്ലാത്ത അവരുടെ ലോകത്ത് നെല്ലുവിളയില്ല. രാജു ഭീമാകാരമായ കണ്ണാടികൾ സ്ഥാപിച്ചു. 24 മണിക്കൂറും സൂര്യരശ്മി വയലുകളിലേക്ക്. പുതിയ പച്ചപ്പ് കണ്ട് അന്യഗ്രഹജീവികൾ അത്ഭുതപ്പെട്ടു. കാലങ്ങൾ കടന്നുപോയി. രാജുവും നീലിയും വിവാഹിതരായി. അവർക്ക് ഒരു കുഞ്ഞ് പിറന്നു. നീലിയുടെ രൂപം, പക്ഷെ മലയാളി ബുദ്ധിയും കുസൃതിച്ചിരിയും. 10 വർഷങ്ങൾക്ക് ശേഷം കുട്ടി വളർന്നു. കമ്പനികളുടെ ലാഭക്കൊതി അവനിഷ്ടപ്പെട്ടില്ല. ലാഭക്കൊതി തുലയട്ടെ. സമരം, സമരം! അവൻ മുദ്രാവാക്യം വിളിച്ചു. അധികം താമസിയാതെ എല്ലാ കമ്പനികളും അടച്ചുപൂട്ടി. കഷ്ടപ്പെട്ട് പണിയെടുക്കുന്ന ശീലം കുറഞ്ഞു. ലോട്ടറി കൗണ്ടറുകളും തട്ടുകടകളും മാത്രം ബാക്കിയായി. ഉഴപ്പാനുള്ള സൗകര്യവും ലോട്ടറി ഭാഗ്യവും മാത്രം. അന്യഗ്രഹം ഒരു തനി മലയാളി പ്രതിരൂപമായി മാറി. ഉയരമുള്ള കെട്ടിടത്തിന് മുകളിൽ ചുവന്ന കൊടി അഭിമാനത്തോടെ പാറിപ്പറന്നു. ചുറ്റികയും അരിവാളുമുള്ള ആ കൊടി കണ്ടപ്പോൾ രാജു ചിരിയോടെ പറഞ്ഞു, ഇതാണ് എന്റെ വിജയം.